നമസ്കാരം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1-ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം, ക്യാഷ് ബേസ്ഡ് അക്കൗണ്ട്സ് എന്നാൽ എന്താണ്? ക്യാഷ് ബേസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ യഥാർത്ഥത്തിൽ ലഭിച്ച തുകയും ചെലവഴിച്ച തുകയുമാണ് ഈ ക്യാഷ് ബേസ്ഡ് അക്കൗണ്ടിൽ വരുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ യഥാർത്ഥത്തിൽ ലഭിച്ച തുകയും ചെലവഴിച്ച തുകയും എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന് ലഭിക്കാനുള്ളതോ ഗവൺമെന്റ് നൽകാനുള്ളതോ തുക വരില്ല ക്യാഷ് ബേസ്ഡ് അക്കൗണ്ടിൽ നിന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ലഭിച്ച തുകയും ചെലവഴിച്ച തുകയും, ഗവൺമെന്റ് കിട്ടാൻ പൈസ ഉണ്ടാവും, ഗവൺമെന്റ് കൊടുക്കാനുണ്ട്, അതൊന്നും ക്യാഷ് ബേസ്ഡ് അക്കൗണ്ട്സിൽ വരില്ല. അടുത്ത ചോദ്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ധനവരവ്, ഫിനാൻഷ്യൽ റെസീറ്റ്, സർക്കാർ കണക്കിൽ എവിടെയാണ് റെസീറ്റ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് എവിടെ വെക്കും? പബ്ലിക് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ കഴിയാത്തത് പബ്ലിക് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി സർക്കാർ അക്കൗണ്ടിന്റെ ഭാഗം 1 ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭാഗം 1, 2, 3 മനസ്സിലാണ്. ഭാഗം 1 കൺസോളിഡേറ്റഡ് ഫണ്ട്, ഭാഗം 2 കണ്ടിജൻസി ഫണ്ട്, ഭാഗം 3 പബ്ലിക് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കാർ അക്കൗണ്ടിന്റെ ഭാഗം 1 ഏതാണെന്നാണ്. അത് കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് അക്കൗണ്ടുകൾ പ്രധാനമായിട്ടും വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 3ആയിട്ടാണ്. നമുക്കറിയാം എന്തൊക്കെയാ: കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. നിരവധി തവണ നമ്മൾ പറഞ്ഞതാണ്, അതിലേക്ക് പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ കണക്കുകളിൽ എത്ര ഭാഗമായിട്ട് സർക്കാർ അക്കൗണ്ടുകൾ എത്ര ഭാഗങ്ങളായിട്ട് സൂക്ഷിക്കുന്നു? എത്ര ഭാഗം? 3 ഭാഗങ്ങളായിട്ട് സൂക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, അത് തന്നെ ചോദ്യം വീണ്ടും. പാർട്ട് 2 കണ്ടിജൻസി ഫണ്ടിൽ ഉൾപ്പെടുന്ന പ്രധാന ഹെഡിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട് ആണല്ലോ. പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ടാണ്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ടാണ്. ഈ കണ്ടിജൻസി ഫണ്ടിൽ ഉൾപ്പെടുന്ന പ്രധാന ഹെഡിന് നൽകിയിരിക്കുന്ന കോഡ് നമ്പർ, ഒറ്റ കോഡ് നമ്പറേ ഉള്ളൂ കണ്ടിജൻസി ഫണ്ടിൽ, അത് 8000 ആണ്. 8000. അടുത്ത ചോദ്യം, ഗവൺമെന്റിന്റെ കടബാധ്യതയെക്കുറിച്ച് ഒരു ധാരണ നൽകുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ കടബാധ്യതയെക്കുറിച്ച് ധാരണ നൽകുന്നത് എന്താണ്? അത് പബ്ലിക് ഡെറ്റ് ആണ്. പബ്ലിക് ഡെറ്റ്. പബ്ലിക് ഡെപ്റ്റ് എന്ന്, അല്ലെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡെറ്റ് എന്നാണ്. പബ്ലിക് ഡെറ്റ് ആണ് ഗവൺമെന്റിന്റെ കടബാധ്യതയെക്കുറിച്ച് ഒരു ധാരണ നൽകുന്നത്. അടുത്ത ചോദ്യം, ഗവൺമെന്റ് എടുക്കുന്ന വായ്പകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏത് വിഭാഗത്തിലാണ് കണക്കാക്കുന്നത്? ഗവൺമെന്റ് എടുക്കുന്ന വായ്പകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏത് വിഭാഗത്തിലാണ് കണക്കാക്കുന്നത്? ആ വിഭാഗം എന്ന് പറയുന്നത് പൊതുക്കടം അല്ലെങ്കിൽ പബ്ലിക് ഡെറ്റ് ആണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ കണക്കുകളിൽ ഡെപ്പോസിറ്റുകൾ, അഡ്വാൻസുകൾ, റെമിറ്റൻസുകൾ, സസ്പെൻസ് ഹെഡുകൾ ഇവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദ്യം ശ്രദ്ധിക്കുക. സർക്കാർ കണക്കുകളിൽ ഡിപ്പോസിറ്റുകൾ, അഡ്വാൻസുകൾ, റെമിറ്റൻസുകൾ, സസ്പെൻസ് ഹെഡുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? അത് പബ്ലിക് അക്കൗണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നികുതി വരുമാനം, ടാക്സ് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? നികുതി വരുമാനം ക്രെഡിറ്റ് ചെയ്യുന്നത്, ദ ടാക്സ് റവന്യൂ ആർ ക്രെഡിറ്റഡ് ഇൻ, അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? റവന്യൂ റെസീറ്റ്, റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ, ടാക്സ്, നോൺ ടാക്സ്, ഗ്രാന്റ് ഇൻ എയ്ഡ്. ടാക്സ്, നോൺ ടാക്സ്, ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നിവയെല്ലാം അതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെല്ലാം ഒരു സർക്കാരിന്റെ, ഒരു ഗവൺമെന്റിന്റെ
റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടും. താഴെ പറയുന്നവയിൽ ഏതാണ് റവന്യൂ വരുമാനത്തിൽ ഉൾപ്പെടാത്തത്? നമുക്ക് നോക്കാം. ബോറോയിങ്, നോൺ ടാക്സ് ഓൺലി, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഓൾ ദി അബോവ്. ഇത് റവന്യൂവിൽ ഏതാണ് വരാത്തത്? സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ ഏതായിട്ട് വരിക? ടാക്സ് വരും, നോൺ ടാക്സ് വരും, ഗ്രാന്റ് ഇൻ എയ്ഡ് വരും. ഇതെല്ലാം സർക്കാരിന്റെ റവന്യൂ വരുമാനങ്ങളാണ്. എന്നാൽ ബോറോയിങ് സർക്കാരിന്റെ റവന്യൂ വരുമാനം അല്ല. ബോറോയിങ്. അടുത്ത ചോദ്യം. മേജർ ഹെഡുകൾക്ക് 4 അക്ക കോഡുകളാണ് അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, മേജർ ഹെഡുകൾക്ക് 4 അക്ക കോഡുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അത് ഏത് ടൈപ്പാണെന്നാ ചോദിച്ചത്. അത് അറബിക് ന്യൂമറലാണ്. സാധാരണ നമ്മുടെ സംഖ്യകൾ അറബിക് ന്യൂമറൽ എന്നാണല്ലോ അതിന് പറയുന്നത്. അടുത്ത ചോദ്യം. സബ് മേജർ ഹെഡുകൾക്ക് എത്ര അക്കങ്ങൾ ഉപയോഗിക്കുന്നു? സബ് മേജർ ഹെഡുകൾക്ക് 2 അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ഗവൺമെന്റ് അക്കൗണ്ടുകൾ എത്ര ഭാഗങ്ങളായി സൂക്ഷിക്കുന്നു? 3 ഭാഗങ്ങളായിട്ട്. ഗവൺമെന്റ് പണം സൂക്ഷിക്കാത്തത് എവിടെയാണ്? ഗവൺമെന്റ് പണം സൂക്ഷിക്കാത്തത് എവിടെയാണെന്നാ ചോദിച്ചത്. ഗവൺമെന്റ് മണി ഈസ് നോട്ട് കെപ്റ്റ് ഇൻ. ആൻസർ ബാങ്ക്സ്, ട്രഷറീസ്, കൺകറന്റ് അക്കൗണ്ട്, നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഗവൺമെന്റ് അക്കൗണ്ട് സൂക്ഷിക്കാത്തത് എവിടെയാ? എന്തായാലും ബാങ്കിൽ സൂക്ഷിക്കും, ട്രഷറിയിൽ സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ നൺ ഓഫ് ദി അബോവും അല്ല. ഗവൺമെന്റ് അക്കൗണ്ടുകൾ സൂക്ഷിക്കാത്തത് കൺകറന്റ് അക്കൗണ്ടിലാണ്. കൺകറന്റ് അക്കൗണ്ടിൽ ഗവൺമെന്റ് പണം സൂക്ഷിക്കുന്നില്ല. അടുത്ത ചോദ്യം. ഡാഷ് ഫോം എ പാർട്ട് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ്. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്, ഓൾ ഓഫ് ദി 3 അബോവ്. എന്റെ ആൻസർ ഓൾ ഓഫ് ദി 3 അബോവ് ആണ്, അല്ലേ? ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ ഭാഗമാണ് താഴെ പറയുന്നവയെല്ലാം, അല്ലെങ്കിൽ മുകളിൽ പറയുന്നവയെല്ലാം. 3ഉം ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ പ്രധാന വിഭജനത്തിൽ ഉൾപ്പെടാത്തത്? ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ പ്രധാന വിഭജനത്തിൽ വരാത്തത് നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, പബ്ലിക് അക്കൗണ്ട് ഉണ്ട്, സിങ്കിങ് ഫണ്ട് ഉണ്ട്. അപ്പോ ഗവൺമെന്റ് അക്കൗണ്ടിന്റെ പ്രധാന വിഭജനത്തിൽ വരാത്തത് സിങ്കിങ് ഫണ്ടാണ്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ട് സർക്കാർ രൂപപ്പെടുത്തുന്ന ഒരു ഫണ്ടാണ്. അതിപ്പോ സർക്കാർ ഒരു 100 കോടി രൂപ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാർ 10 വർഷത്തിന് ശേഷമാണ് അത് അടച്ചു തീർക്കേണ്ടത്. അപ്പൊ 10 വർഷത്തിന് ശേഷം അടച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് കൂട്ടിക്കോ. അത് ഒറ്റയടിക്ക് അടിക്കുമ്പോൾ സർക്കാരിന് വലിയ ബാധ്യത വരും. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ഇതിനു വേണ്ടി ഒരു സിങ്കിങ് ഫണ്ട് തുടങ്ങി അതിൽ ഒരു 8 കോടി രൂപ ഒരു വർഷം അടയ്ക്കും. അപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂട്ടി, ആ ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റും ഒക്കെ കൂട്ടി കുഴിക്കുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഈ 100 കോടി രൂപ അടയ്ക്കാൻ പറ്റും. അത്തരത്തിൽ ഫോം ചെയ്യുന്ന ഒരു ഫണ്ടാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം. ഗവൺമെന്റ് അക്കൗണ്ടുകളിൽ അക്കൗണ്ട് പാർട്ട് 1 എന്താണ് വിളിക്കുന്നത്? പാർട്ട് 1 കൺസോളിഡേറ്റഡ് ഫണ്ടാണ്, പാർട്ട് 2 കണ്ടിജൻസി ഫണ്ടാണ്, പാർട്ട് 3 പബ്ലിക് അക്കൗണ്ടാണ്. ഓക്കെ. കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഒരു വിഭാഗം ക്യാപിറ്റലാണ്, മറ്റത് ഏതാണ്? കേൾക്കണേ. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ക്യാപിറ്റലും റവന്യൂവും കൂടി ചേർന്ന. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വിഭാഗം ക്യാപിറ്റലാണ്, മറ്റത് ഏതാണ്? മറ്റത് റവന്യൂ ആയിരിക്കും. ഒന്ന് ക്യാപിറ്റൽ ആണെങ്കിൽ മറ്റത് റവന്യൂ ആയിരിക്കും. അടുത്ത ചോദ്യം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവുകൾ, എവിടെ നിന്നാണ് അതിന് പണം കണ്ടെത്തുന്നത്? ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള പണം സാധാരണഗതിയിൽ കടം എവിടെ നിന്നാണ് കണ്ടെത്തുന്നതാണ് ചോദിച്ചത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള പണം ശരിക്കും കണ്ടെത്തുന്നത് സാധാരണഗതിയിൽ അത് ബോറോവ്ഡ് ഫണ്ട്സ് എന്നാണ്. കടം വാങ്ങിയ ഫണ്ടുകളിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത്.
ശ്രദ്ധിക്കണേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ മൂലധന ചെലവിന് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ, പാലങ്ങൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള അസറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പണം, അതാണല്ലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ട ചെലവിനുള്ള പണം കണ്ടെത്തുന്നത് കടം വാങ്ങിയ ഫണ്ടുകളിൽ നിന്നാണ്, ബോറോവ്ഡ് ഫണ്ട്സിൽ നിന്നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെലവ് ഹെഡുകളിൽ ഉൾപ്പെടാത്തത്? അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ചെലവ് ഹെഡുകളിൽ ഉൾപ്പെടാത്തത് ക്യാപിറ്റൽ സ്വഭാവമുള്ളതും എന്നാൽ ക്യാപിറ്റൽ ചെലവുകൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുമായിട്ടുള്ള വരവുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെലവ് ഹെഡുകളിൽ ഉൾപ്പെടുത്താത്തത്. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഈ 5 ടയർ ക്ലാസിഫിക്കേഷനിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ സാധനത്തിനാണ്. നമ്പർ 1, 5 ഉള്ളത്, അതിൽ ഒന്നാമത്തേതാണ്. ഒന്നാമത്തെ എന്താ? സെക്ടറാണ്. സെക്ടറിനെ സൂചിപ്പിക്കാനാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരേ ഒരു ക്യാപിറ്റൽ റസീത് മേജർ ഹെഡിന് അനുവദിച്ചിരിക്കുന്ന കോഡ് നമ്പർ ഏതാണ്? ഒരേ ഒരു ക്യാപിറ്റൽ റെസീറ്റ് മേജർ ഹെഡ്, അത് 4000 കോഡ് നമ്പർ 4000, ക്യാപിറ്റൽ റെസീറ്റ് മേജർ ഹെഡ്. അടുത്ത ചോദ്യം, റവന്യൂ എക്സ്പെൻഡിച്ചർ മേജർ ഹെഡുകൾ ഏതൊക്കെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ മേജർ ഹെഡുകൾ ഏതൊക്കെയാണ്? അത് 2011 മുതൽ 3999 വരെയാണ്. അടുത്ത ചോദ്യം, കണ്ടിജൻസി ഫണ്ടിലെ ഏക മേജർ ഹെഡിന് അനുവദിച്ചിരിക്കുന്ന കോഡ് നമ്പർ. കണ്ടിജൻസി ഫണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിജൻസി ഫണ്ടിലെ ഏക മേജർ ഹെഡ് എന്ന് പറയുന്നത് 8000 ആണ്. ക്യാപിറ്റൽ റെസീറ്റ് മേജർ ഹെഡിലെയും ഒറ്റ കോഡ് നമ്പറേ ഉള്ളൂ. ക്യാപിറ്റൽ റെസീറ്റ് മേജർ ഹെഡിന് 4000-ഉം കണ്ടിജൻസി ഫണ്ടിലെ ഏക മേജർ ഹെഡിന് 8000-ഉമാണ് അനുവദിച്ചിരിക്കുന്ന കോഡ് നമ്പർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ്? താഴെ പറയുന്നവയിൽ ഏതാണ് പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ്? അപ്പൊ ഈ പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ് തിരിച്ചറിയുന്ന രീതി നമ്മൾ അറിയണം. അന്ന് വെറുതെ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് അടിച്ചാൽ പോരാ. അപ്പൊ അതില് പിന്നെ ഗവൺമെന്റ് അക്കൗണ്ടുകളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 8 എന്ന് തുടങ്ങുന്ന എല്ലാ മേജർ ഹെഡുകളും പബ്ലിക് അക്കൗണ്ട് വിഭാഗത്തിലാണ് വരുന്നത്. ഓർമ്മിക്കണേ, 8 എന്ന സംഖ്യയിൽ തുടങ്ങുന്ന എല്ലാ മേജർ ഹെഡുകളും പബ്ലിക് അക്കൗണ്ട് വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് വിഭാഗത്തിന്റെ മേജർ ഹെഡ് എന്ന് പറയുന്നത് 8000 മുതൽ 8999 വരെയാണ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇവിടെ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്നവയില് പബ്ലിക് അക്കൗണ്ട് താഴെ പറയുന്നവയിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതില് പിന്നെ 2009 ഉണ്ട്, 0009 ഉണ്ട്, 4009 ഉണ്ട്, 8009 ഉണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ് എന്ന് പറയുന്നത് 8-ൽ തുടങ്ങുന്നതായിരിക്കും. ഇവിടെ ഒന്നേ ഉള്ളൂ, അത് 8009 ഇവിടെ കാണിച്ചത്. അപ്പൊ കൃത്യമൊന്നല്ല ഉള്ളത്. 8000 മുതൽ 8999 വരെ പബ്ലിക് അക്കൗണ്ട് മേജർ ഹെഡ് ആണ്. അടുത്ത ചോദ്യം, 0080 എന്ന റസീത് മേജർ ഹെഡിന്റെ എക്സ്പെൻഡിച്ചർ മേജർ ഹെഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 0080 എന്ന റസീത് മേജർ ഹെഡിന്റെ എക്സ്പെൻഡിച്ചർ മേജർ ഹെഡ് കണ്ടുപിടിക്കുന്നതിന്. അപ്പൊ റെസീറ്റ് ഹെഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും 001 മുതൽ 1606 വരെയാണ് റവന്യൂ റെസീറ്റ്. അതിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2011 മുതൽ 3606 വരെയാണ്. റെസീറ്റ് ഹെഡ് എന്ന് പറയുന്നത് 0001 മുതൽ 1606 വരെയാണ് റവന്യൂ റെസീറ്റ് ഹെഡ് എന്ന് പറയുന്നത്.
റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ് എന്ന് പറയുന്നത് 2011 മുതൽ 3600 വരെയാണ്. 3606 വരെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ 0080 ചോദിച്ചത്. അതിന്റെ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് 2080 ആണ്. 2080. കാരണം റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ് തുടങ്ങുന്നത് 2011 മുതലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 22/10 അനുയോജ്യമായ ക്യാപിറ്റൽ മേജർ ഹെഡ് ഏതാണ്? നമ്മൾ ഇതിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് പുസ്തകത്തിൽ അങ്ങനെ തന്നെ നമുക്ക് പുസ്തകം റെഫർ ചെയ്ത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പുസ്തകം കൊണ്ടുപോയിട്ട് എഴുതാവുന്നതായതുകൊണ്ട് ഇത് നോക്കി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മളൊരു ചെറിയ ഐഡിയ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 22/10 അനുയോജ്യമായ ക്യാപിറ്റൽ മേജർ ഹെഡ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 22/10 എന്ന് പറയുന്നത് റവന്യൂ ചെലവാണ്. 0, 1 എന്നിവയിൽ തുടങ്ങുന്നത് റവന്യൂ വരുമാനമാണ്. ഇത്രയും നമ്മൾ അറിയും. 2ലും 3ലും തുടങ്ങുന്നത് റവന്യൂ ചെലവാണ്. 4ലും 5ലും തുടങ്ങുന്നത് ക്യാപിറ്റൽ ചെലവാണ്. 6ലും 7ലും തുടങ്ങുന്നത് റവന്യൂ ലോണും അഡ്വാൻസുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവും. 0ഉം 1ഉം റവന്യൂ വരുമാനം, 2ഉം 3ഉം റവന്യൂ ചെലവ്, 4ഉം 5ഉം ക്യാപിറ്റൽ ചെലവ്, 6ഉം 7ഉം ലോണും അഡ്വാൻസും. ഈ തുടങ്ങുന്ന സംഖ്യകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ മേജർ ഹെഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ 4ഉം 5ലും ആ തുടങ്ങുന്നത്. അതിൽ ഇവിടെ 5ൽ തുടങ്ങുന്ന ഒരു ഫിഗർ തന്നിട്ടില്ല ഓപ്ഷനിൽ. അപ്പൊ 4ൽ തുടങ്ങുന്നതുണ്ട്. അപ്പോൾ ഹിയർ ദ ആൻസർ ഈസ് 4210. അവസാനത്തെ 3 അക്കത്തിന്റെ കൂട്ടത്തിൽ 2210 ചോദിച്ചത്. അപ്പോൾ ആ 2 ഒഴിവാക്കിയിട്ട് അതിന്റെ ക്യാപിറ്റൽ ഹെഡ് കാണാൻ, മേജർ ഹെഡ് കാണാൻ വേണ്ടിയിട്ട് 210 അവിടെ നിൽക്കും. ഒപ്പം 4 ആയാൽ മതി. കാരണം 4ലും 5ലുമാണ് ക്യാപിറ്റൽ തുടങ്ങുന്നത്. അടുത്ത ചോദ്യം. റവന്യൂ ചെലവ് ഹെഡ് 3452 ആണ്. റവന്യൂ ചെലവ് ഹെഡ്. അതിന് അനുയോജ്യമായ ലോൺ ഹെഡ് കണ്ടുപിടിക്കാം. ഈ ലോൺ ഹെഡ് തുടങ്ങുന്നത് 6ലും 7ലും. അത് നമ്മൾ മനസ്സിലാക്കണം. ലോൺ ഹെഡ് തുടങ്ങുന്നത് സംഖ്യകൾ 6ലും 7ലുമാണ്, ലോണും അഡ്വാൻസും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 3452 ആണ്. അപ്പോൾ അതിന്റെ ഒരു റവന്യൂ ഹെഡിന്റെ കോഡിനോടെ കേൾക്കുക, ഒരു റവന്യൂ ഹെഡിന്റെ കോഡിനോട് 2 കൂട്ടിയാൽ ലോൺ ഹെഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ് വരും. ഒരു റവന്യൂ ചെലവ് ഹെഡാണ്. അതിന്റെ കൂട്ടത്തില് +2. ഇപ്പൊ തന്നിരിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡാണ് തന്നിരിക്കുന്നത്. അത് 3452 ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡിനോട് 2 കൂട്ടിയാൽ ക്യാപിറ്റൽ ഹെഡ് കിട്ടും. അതിനോട് 2 കൂട്ടിയാൽ വീണ്ടും നമുക്ക് ലോൺ ഹെഡ് കിട്ടും. ഓർമ്മിക്കണേ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ് തന്നിരിക്കുന്നു 3452. അതിനോടുകൂടി ആദ്യത്തെ സംഖ്യകളാണ് പറയുന്നത് കേട്ടോ. വെറും 2 എന്ന് പറയുന്നത് ആദ്യത്തെ ഫിഗറിന് മാത്രമാണ്. അപ്പൊ ആദ്യത്തെ ഫിഗർ ഇവിടെ 3ആണ്. അതിനോട് 2 കൂട്ടിയാൽ ലോൺ ഹെഡ് കിട്ടും, ക്യാപിറ്റൽ ഹെഡ് കിട്ടും. അപ്പൊ എത്രയായി? ക്യാപിറ്റൽ ഹെഡ് 5452 ആയി. അതിനോട് വീണ്ടും 2 കൂട്ടിയാൽ ലോൺ ഹെഡ് കിട്ടും. ആ 5നോട് 2 കൂട്ടിയാൽ 7 ആയി. അപ്പൊ ആൻസർ 7452. ഇത്തരത്തില് ഒക്കെ നമുക്ക് ഈ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ ഒരെണ്ണം തന്നിട്ട് മറ്റേത് കണ്ടുപിടിക്കുന്ന രീതികൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, എന്നാലും കോമൺ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 0ഉം 1ഉം റവന്യൂ വരുമാനമാണ്, 2ഉം 3ഉം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, 4ഉം 5ഉം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, 6ഉം 7ഉം ലോണും അഡ്വാൻസും ആണ്. ഇത് ഈ പറഞ്ഞതൊക്കെ തുടങ്ങുന്ന സംഖ്യകളാണ് കേട്ടോ. തുടങ്ങുന്ന സംഖ്യയല്ല, തുടങ്ങുന്ന അക്കം, ആദ്യത്തെ ഫിഗർ, അക്ഷരം, ആദ്യത്തെ സംഖ്യ. അതിന്റെ കൂട്ടത്തില് ഇപ്പോ റവന്യൂ ചെലവിന്റെ കൂട്ടത്തില്, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കൂട്ടത്തില് 2 കൂട്ടിയാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കൂട്ടത്തിൽ 2 കൂട്ടിയാൽ ലോൺ ഹെഡായി. ഇത്തരത്തിലുള്ള എളുപ്പമാർഗങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യം. ജനറൽ പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എവിടെയാണ് അക്കൗണ്ട് ചെയ്യുന്നത്? ജനറൽ പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ടിലാണ്. ഓർത്തിരുന്നു കേട്ടോ. ജനറൽ പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ടിലാണ്.
അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിനെ ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഉണ്ടായിരിക്കണം. 01 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് ആ സംഖ്യ? അത് റവന്യൂ റെസീറ്റ് ആണ്, റവന്യൂ വരുമാനമാണെന്ന് നമ്മളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈ ലോൺ അഡ്വാൻസ് ഏതാ, അത് ഏത് സംഖ്യയിൽ തുടങ്ങുന്നതാണ്? അത് 6ലും 7ലും തുടങ്ങുന്നതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ഇതിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ചോദ്യം, എക്സ്ചേഞ്ച് അക്കൗണ്ടുകൾ ഏത് മേഖലയിലാണ് കണക്കാക്കുന്നത്? എക്സ്ചേഞ്ച് അക്കൗണ്ട് നമ്മൾ പറഞ്ഞതാണ്, ഒരിടത്തു നിന്ന് ഒരു സർക്കിളിൽ നിന്ന് മറ്റൊരു സർക്കിളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് റെമിറ്റൻസ് മേഖലയിലാണ്. ഏത് മേഖലയിലാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ്ചേഞ്ച് അക്കൗണ്ടുകൾ. റെമിറ്റൻസ് മേഖലയിലാണ് എക്സ്ചേഞ്ച് അക്കൗണ്ടുകൾ കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, കൃഷിയും അനുബന്ധ സേവനങ്ങളും ഏതു മേഖലയിൽ? കൃഷിയും അനുബന്ധ സേവനങ്ങളും സാമ്പത്തിക മേഖലയാണ്, സാമ്പത്തിക സേവനങ്ങളാണ്, അഥവാ എക്കണോമിക് സർവീസസ് ആണ്. ഓർമ്മിച്ചു വെക്കുക, കൃഷിയും അനുബന്ധ സേവനങ്ങളും എക്കണോമിക് സർവീസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് എന്തിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? അത് റവന്യൂ റെസീറ്റിലാണ്, വരുമാന റെസീറ്റിൽ, റവന്യൂ വരുമാനത്തിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് എന്തിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്? അത് റവന്യൂ വരുമാനമാണ്, അല്ലെങ്കിൽ റവന്യൂ റെസീറ്റിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പലിശ പേയ്മെന്റുകളെ എങ്ങനെ തരംതിരിക്കുന്നു? പലിശ എന്ന് പറയുന്ന പേയ്മെന്റ്, പലിശ അടയ്ക്കുന്നത് എന്താ ശരിക്കും? അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, റവന്യൂ ചെലവാണ് ശരിക്കും പലിശ കൊടുക്കുന്നത്. അപ്പോൾ റവന്യൂ ചെലവായിട്ടാണ് പലിശ അടവിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓർമ്മിച്ച് വെക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയതൊക്കെ. അടുത്ത ചോദ്യം, സസ്പെൻസ് അക്കൗണ്ടിനെ എങ്ങനെ തരംതിരിക്കുന്നു? സസ്പെൻസ് അക്കൗണ്ട് ഇവിടെ നമ്മൾ കിട്ടിയത് പബ്ലിക് അക്കൗണ്ടിലാണ്, പബ്ലിക് അക്കൗണ്ടിൽ. അടുത്ത ചോദ്യം, ഡിഫൻസ് സർവീസ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ഡിഫൻസ് സർവീസ് എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ്? അത് ഉത്തരം ജനറൽ സർവീസ് ആണ്, ഡിഫൻസ് മേഖല എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് സർവീസ് ഏത് ഏരിയയിലാണ്, ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? അത് ഡിഫൻസ് സർവീസ് എന്ന് പറയുന്നത് ജനറൽ സർവീസ് ആണ്. ഡിഫൻസ് സർവീസ് ഫാൾ അണ്ടർ സെക്ടേഴ്സ്, നമ്മൾക്ക് ഇതൊക്കെ പറയുന്ന സെക്ടേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ഏത് സെക്ടറിലാന്ന് ചോദിച്ചാൽ അത് ക്ലാസിഫൈഡ് അണ്ടർ പബ്ലിക് അക്കൗണ്ട്. എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് അണ്ടർ സെക്ടർ റെമിറ്റൻസ് എന്ന സെക്ടറിലാണ് എക്സ്ചേഞ്ച് അക്കൗണ്ട്സ് വരുന്നത്. ഡിഫൻസ് സർവീസ് ഫാൾ അണ്ടർ സെക്ടർ ജനറൽ സർവീസിലാണ്, ഡിഫൻസ് സെക്ടർ ജനറൽ സർവീസിലാണ്. അടുത്ത ചോദ്യം, സർക്കാർ അക്കൗണ്ടുകളുടെ ഓരോ വിഭാഗത്തിന് കീഴിലുള്ള എല്ലാ ഇടപാടുകളും എന്തിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ജനറൽ സർവീസ്, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്, ഇക്കണോമിക് സർവീസ്, ഈ മേഖലകൾ അതിനെ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ആ 5 ടയർ ക്ലാസിഫിക്കേഷനിലെ ഏതാണ് ഇത്? അത് സെക്ടറുകളാണ്, സെക്ടറുകൾ അല്ലെ മേഖലകളാണ്. ഒരു വൈഡാണ് മേഖല അഥവാ സെക്ടർ എന്ന് പറയുന്നത്, ഒരു വലിയ ഏരിയയാണ്. ഓക്കെ, ക്രോപ്പ് ഹസ്ബൻഡറി കേട്ടിട്ടുണ്ടോ? ക്രോപ്പ് ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ വിളകളുടെ പരിപാലനമാണ്. ക്രോപ്പ് ഹസ്ബൻഡറി ഈസ് ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്? അതായത് വിളകളുടെ പരിപാലനം എന്ന് പറയുന്നത് ശരിക്കും ഈ 5 ടയർ ക്ലാസിഫിക്കേഷനിലെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? നമുക്ക് സെക്ടർ, മേജർ ഹെഡ് അങ്ങനെ പറയുന്നുണ്ടല്ലോ, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിലർ അങ്ങനെ പറയുന്നതിൽ ഏത് വിഭാഗത്തിലാണ് ഈ ക്രോപ്പ് ഹസ്ബൻഡറി എന്നത് വരുന്നത്? അത്രേ പറയുന്നുള്ളൂ. ക്രോപ്പ് ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ വിളകളുടെ പരിപാലനം, അതൊരു മേജർ ഹെഡാണ്. മേജർ ഹെഡ് എന്ന വിഭാഗത്തിലാണ് ക്രോപ്പ് ഹസ്ബൻഡറി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ എടുക്കുക, മേജർ ഹെഡാണ്. അപ്പൊ 5 ടയർ ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് ഈ വിളകളുടെ പരിപാലനം അല്ലെ ക്രോപ്പ് ഹസ്ബൻഡറി ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പിന്നെ മേജർ ഹെഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ
ആശിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ വീണ്ടും തരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.